നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ത്യാഗഭവനില് അലീനയും രേവതിക്കുട്ടിയൊക്കെ ചിന്നിമോളോടൊപ്പം കുറച്ച് സമയം ചെലവിടുവാണ്. ആ സമയത്ത് ചിന്നിമോളോട് അലീന പറഞ്ഞു, ഇതാരാന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പറഞ്ഞു, എനിക്ക് മനസ്സിലായി, കഴിഞ്ഞ തവണ വന്ന ആന്റി അല്ലേന്ന് ചോദിച്ചു. ഗ്രഹസമയം നോക്കിണ്ട്. ഗ്രഹസം പറഞ്ഞു, അമ്പടി കള്ളി, അപ്പൊ നീ എന്നെ ഓർക്കുന്നുണ്ടല്ലേന്ന് ചോദിച്ചു. ആ സമയം അലീന പറഞ്ഞു, ഇതേ ചിന്നിമോൾക്ക് വേണ്ടി എന്തൊക്കെയാ കൊണ്ടുവന്നേക്കെന്ന് അറിയാവോ? അതേ സ്വീറ്റ്സും ചോക്ലേറ്റും ഒക്കെ ഉണ്ടെന്ന് പറയണം. എല്ലാം എനിക്ക് വേണമെന്ന് ചിന്നിമോള് പറഞ്ഞു. അല്ല, ചിന്നിമോള് ഇത് ആർക്കൊക്കെ കൊടുക്കും? സിസ്റ്ററൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഡേവിഡിന് കൊടുക്കും, അനുപ്രിയക്ക് കൊടുക്കും, അങ്ങനെ കുറെ പേരൊക്കെ പറയണം. എല്ലാവർക്കും കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അല്ല, ഇതൊക്കെ ആരാ വാങ്ങിച്ചെന്നറിയാമോ മോൾക്ക്? അറിയില്ല, അങ്കിള് മേടിച്ചെന്ന് പറയണേ. ഈ നിൽക്കുന്ന അങ്കിള് മനു അങ്കിളാണോന്ന് ചോദിച്ചു. അമ്പടി, അപ്പൊ നീ പേര് മറന്നു പോയിട്ടില്ലല്ലേന്ന് ചോദിച്ചു. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അലീന ചിന്നിമോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ഫ്രോക്കൊക്കെ എടുത്തുകൊണ്ട് സിസ്റ്ററുടെ കൊടുക്കുകയാണ്. അതെ, അവൾക്കിത് പാകമാണെന്ന് അറിയത്തില്ല, അവൾക്ക് ഇത്തിരിയോടെ ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയണം. അതെ, അവൾക്ക് നന്നായിട്ട് ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വാങ്ങുന്ന സമയത്ത് ഇത്തിരി വലിപ്പമുള്ളത് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചിന്നിമോളെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യിക്കുകയാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. ഈ സമയം ഗ്രേസമ്മ പറഞ്ഞു, അതെ ചിന്നിമോൾക്ക് സന്തോഷമായെന്ന് ചോദിച്ചു. എനിക്ക് നല്ല സന്തോഷമായെന്ന് പറയണം. അലീന പറഞ്ഞു, അവള് നല്ല മിടുക്കിയല്ലേ, നല്ല മിടുക്കിയായിട്ടായിരിക്കുന്നത്. ഇപ്പൊ ആര് കണ്ടാലും അവളെ നോക്കിപ്പോ അവളെ ദത്തെടുക്കുമെന്ന് പറയണം. അത് കേട്ടപ്പോ സിസ്റ്റർ പറഞ്ഞേ, അവളെ അങ്ങനെ ഞങ്ങൾ ആർക്കും ദത്ത് കൊടുക്കുന്നില്ല എന്ന് പറയണം. അവള് ഞങ്ങളുടെ കണ്ണിലുണ്ണിയല്ലേ, അവളെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, അങ്ങനെ എന്തേലും കൊടുക്കുന്നുണ്ടെ പറയണം കേട്ടോ. എന്റെ രേവതിക്കുട്ടിക്ക് ചിന്നിമോളെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജീവനാ, അത്രയ്ക്ക് കാര്യമാണ്, ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ സമയം സംസാരിച്ചിട്ടാണ് അവരവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നീട് അവര് നേരെ പോന്നെ കിളിമാനൂർക്കാണ്, രേവതിക്കുട്ടിയെ അച്ഛനെ കാണാനായിട്ട്. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി. ഈ സമയത്ത് ഇങ്ങനെ രേവതിക്കുട്ടി പറഞ്ഞു, അതെ അവിടെ അവരെന്ന് പറയണേ. എവിടെ, ആരുള്ളത് എന്ന് അലീന ചോദിച്ചു. അത് പിന്നെ അച്ഛനും മുത്തച്ഛനും ഒക്കെ. അതൊക്കെ പറയാൻ നിനക്ക് എന്താ ഒരു മടിയെന്ന് ചോദിക്കണം. ഓ, എനിക്കിപ്പോ വലിയ മടിയൊന്നുമില്ല അങ്ങനെ പറയാനെന്ന് എന്ന് രേവതിക്കുട്ടി പറഞ്ഞു. അപ്പോഴേക്കും മനുഷ്യങ്കറും ഗ്രേസമ്മയും കൂടെ അങ്ങോട്ട് വന്നു. ആ സമയത്ത് അതിന്റെ അപ്പുറമായിട്ടൊരു ബിൽഡിംഗ് വലുത് കണ്ടു. രേവതിക്കുട്ടിയോട് മനുഷ്യങ്കറിച്ചു, അതെന്താ നീ ചോദിക്കണം. എനിക്കറിയില്ല, കഴിഞ്ഞ തവണ വന്നപ്പോ ഞാനും കണ്ടതാ, ചോദിക്കണമെന്ന് കരുതി, പക്ഷെ ചോദിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ജയപ്രസാദിന്റെ ഭാര്യ ആ വാതുക്കലേക്ക് വന്നേ. അപ്പൊ ഇവരിങ്ങനെ നോക്കുവാണ്. അപ്പോഴേക്കും ഗ്രേസമ്മ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി വന്നു അവരുടെ അടുത്തേക്ക്. ആ സമയത്ത് ഗ്രേസമ്മയെ നോക്കിയിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്നിട്ട് പോയതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോ ഗ്രേസമ്മ അവരെ നോക്കിയിട്ട് പറഞ്ഞു, അതെ രമേശൻ നായരില്ലേ, രമേശൻ നായരൊന്ന് കാണാൻ വേണ്ടിയിട്ടാ. അല്ല, ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് 10-17 വർഷമായി കല്യാണം കഴിഞ്ഞ് വന്നിട്ട്, ഇതുപോലെ ആൾക്കാരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഗ്രേസമ്മ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗ്രേസം പറഞ്ഞു, അത് വരാത്തതിന്റെ കാരണം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ രോഗിയില്ലായിരുന്നല്ലോ, ഇപ്പൊ ഇവിടെ ഒരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ടല്ലോ, അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. ഓഹോ, അയാളെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളും ആയാലും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ്. ഗ്രേസമ്മയ്ക്ക് അടിമുടി അങ്ങോട്ട് പെടുത്തു കയറി. അപ്പോഴേക്കാണ് രമേശൻ നായർ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ. രമേശൻ നായർ വന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്തൊക്കെ അറിയണം? ബന്ധം അറിയണോ? അതെ, കൂടുതൽ നീ ബന്ധമൊന്നും അറിയാൻ പോണ്ട, ഞാൻ വിളിച്ചിട്ടാ ഇവിടെ വന്നത്. അപ്പോഴേക്കും എന്താന്നൊക്കെ ചോദിച്ചോണ്ട് ജയപ്രസാദിന്റെ ഭാര്യയുടെ സഹോദരൻ അങ്ങോട്ട് വരുവാണ്. ആ സമയം രമേശൻ നായർ പറഞ്ഞു, ഇവൾക്ക് ബന്ധം അറിയണം പോലും എന്നെ കാണാൻ വരുന്നവരുടെ. അല്ല, ചോദിക്കുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത്? വീട്ടിലുള്ള ബന്ധം ചോദിക്കണ്ടേ ആരാ എന്താ ഏതാന്ന്? തൽക്കാലത്തേക്ക് ചോദിക്കേണ്ട കാര്യമില്ല, ഇതെന്റെ വീടാ, ഇവിടെ പലരും എന്നെ കാണാൻ വന്നിരിക്കും. അപ്പോഴേക്കും അവൾക്ക് അതും കൂടി ഇഷ്ടപ്പെട്ടില്ല. അവള് പറഞ്ഞു, എന്റെ വീടാണ് പോലും, ജയപ്രസാദ് മരിച്ചു കഴിയുമ്പോൾ ഇത് തന്നെ പറയണം, അപ്പൊ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രൂക്ഷമായിട്ടൊന്ന് രമേശൻ നായർ അവളെ നോക്കുകയാണ്. എന്നിട്ട് ഗ്രേസമ്മയോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് കയറി വാ, അതൊന്നും കാര്യാക്കണ്ടെന്ന് പറയണം. പെട്ടെന്ന് രേവതിക്കുട്ടിയോട് മനുഷ്യൻ ചോദിച്ചു, അല്ലെങ്കിൽ പ്രശ്നമാകും ഇത്? ആ, ചെറിയ പ്രശ്നമോ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു പറയണം. ഗ്രേസമ്മ അവരോട് പറഞ്ഞു, അതെ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ, നമുക്ക് പെട്ടെന്ന് പോകേണ്ടതല്ലേ, അധികം സമയമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ കൂടി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവുകയാണ്. അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞപ്പോ രമേശൻ നായർ ചോദിച്ചു, അല്ല ഇതാരാ മനസ്സിലായല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും രേവതിക്കുട്ടിയോട് അലീന പറഞ്ഞു, നീ തന്നെ പറയണം. ആ സമയം രേവതിക്കുട്ടി അലീനയെ നോക്കി പിന്നീട് പറഞ്ഞു, ഇതെന്റെ ചേച്ചിയാന്ന് പറയണ. ചേച്ചിയോ? ഒന്നും മനസ്സിലായില്ലേ രമേശൻ നായർക്ക്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ ഞാൻ രേവതിക്കുട്ടിയോടൊപ്പം സ്നേഹനികേതനത്തിന് ഉണ്ടായിരുന്നായിരുന്നു പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. അലീന പറഞ്ഞു, ഞാനും ഇവളും ചേട്ടത്തി അനിയത്തിമാരെ പോലെയായിരുന്നു പറഞ്ഞു.
അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, എന്നെ നോക്കിയത് ആരാന്നറിയാവോ? ഈ നിൽക്കുന്ന അലീനി ചേച്ചിയാ. എനിക്ക് ആഹാരം വാരി തന്നതും എന്നെ കുളിപ്പിച്ചതും ഒരുക്കിയതും എല്ലാം എന്നെ സ്കൂളിൽ വിട്ടോണ്ടിരുന്നതൊക്കെ ഈ അലീനി ചേച്ചിയാന്ന് പറയണം. അപ്പോഴേക്കും രമേശൻ നായരുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പെട്ടെന്ന് അലീനയുടെ നേരെ നോക്കി കൈ കൂപ്പാണ്. ആ സമയം അലീന പറഞ്ഞു, ഏയ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്റെ കടമയത്, ഞാനത് നിർവഹിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. രമേശൻ നായർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ മോളെ ഞങ്ങൾ തള്ളിക്കളഞ്ഞ, പക്ഷേങ്കിൽ അവളെ ആരെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഞങ്ങൾ കടപ്പെട്ടിട്ടുണ്ടെന്ന് പറയണം. ഇത്രയും വളർത്തി വലുതാക്കിയില്ലേ, അപ്പൊ അത് നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് രേവതിക്കുട്ടിയോട് പറഞ്ഞു, അതെ മോളൊരു കാര്യം ചെയ്യുക, അകത്തേക്ക് വാ, അച്ഛനവിടെ കാത്തിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് രമേശൻ നായർ രേവതിക്കുട്ടിയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് ചെന്നു. രേവതിക്കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പം ജയപ്രസാദിന് ഭയങ്കര സന്തോഷമായി, കിടക്കുമായിരുന്നു. അങ്ങനെ എഴുന്നേറ്റിരിക്കാനായിട്ട് രേവതിക്കുട്ടിയും രമേശൻ നായരും കൂടെ സഹായിച്ചു. പതുക്കെ ഇങ്ങനെ ആ കട്ടിലിന്റെ ക്രാസിൽ ചാരി ഇങ്ങനെ ഇരിക്കുവാണ് ജയപ്രസാദ്. പിന്നീട് ജയപ്രസാദ് ചോദിച്ചു, മോൾക്ക് സുഖമാണെന്ന് ചോദിച്ചു. എനിക്ക് സുഖം അച്ഛാന്ന് പറയണ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കണ സമയത്ത് രമേശൻ നായർ പറഞ്ഞു, അതെ ഞാൻ പുറത്തേക്ക് പോവാം, നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും സംസാരിച്ചിരിക്കാൻ പറയണ. അങ്ങനെ അവർ രണ്ട് സംസാരിക്കണ സമയത്ത് ജയപ്രസാദ് ചോദിച്ചു, അല്ല ഇപ്പൊ ആ ചെന്നിരിക്കുന്ന വീട് അത് നല്ല വീടാണെന്ന് ചോദിച്ചു. നല്ല വീടാ, മോള് പഠിക്കാനൊക്കെ പോകുന്നുണ്ടല്ലേ, അച്ഛൻ എന്നോട് പറഞ്ഞു. പഠിക്കാനൊക്കെ പോകുന്നുണ്ട്, മോള് നല്ല പഠിച്ചു മിടുക്കിയാവണം കേട്ടോ, നല്ല ഉയരത്തിലെത്തണം, എന്നിട്ട് പറയണം അച്ഛൻ ഉപേക്ഷിച്ച കുട്ടിയാ ഞാനെന്ന്. അതെന്തിനാ അങ്ങനെ പറയണേ? എങ്കിലല്ലേ ആൾക്കാർക്ക് മോളുടെ വലിപ്പം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. മോളോട് ഞാൻ ചെയ്ത ദ്രോഹത്തിലുള്ള ബലം ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കണേ. എന്ത് ചെയ്യാനാ, അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, പക്ഷേങ്കിൽ ഇപ്പോഴായിരുന്നെങ്കിൽ അതൊന്നും സാരില്ല അച്ഛ, അച്ഛനതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയണേ. എനിക്കിനിയിപ്പോൾ എത്ര കാലം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും അല്ല, അച്ഛനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അതല്ല മോളെ, എനിക്ക് മോൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടോയെന്ന് ചോദിച്ചു. അങ്ങനെ ദേഷ്യമൊന്നുമില്ല, പക്ഷെ ആദ്യം കണ്ടപ്പം എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല, പിന്നീട് എനിക്ക് എപ്പോഴും മനസ്സിൽ ദേഷ്യം വന്നു. എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യാൻ കാരണം അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതാ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കൈയെടുത്ത് പിടിച്ചിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. പോട്ടെ മോളെ, എന്നോട് ക്ഷമിക്കില്ലേ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയത്ത് രമേശൻ നായർ നേരെ ഗ്രേസമ്മയുടെ അലീനയുടെ മനുവിൻ്റെ അടുത്തേക്ക് ചെന്നു. രമേശൻ നായരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മ ചോദിച്ചു, അല്ല രേവതിക്കുട്ടി എന്തേന്ന് ചോദിച്ചു. അവളകത്തുണ്ട്, അച്ഛനും മോൾക്കും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോട്ടെ എന്ന് കരുതിയിട്ടാ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മ ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രമേശൻ നായർ പറഞ്ഞ്, ചോദിച്ചോളാൻ പറയണ. അല്ല മകന്റെ ഭാര്യയ്ക്ക് അറിയാവോ ഇങ്ങനെ ഒരു മോളുണ്ടെന്നുള്ള കാര്യം? അറിയില്ല എന്ന് പറയണം. അല്ല അതെന്താ പറയാതിരുന്നേ? പറഞ്ഞിട്ടില്ല എന്ന് പറയണ. അല്ല മകന്റെ ഭാര്യ അയാളെ നന്നായിട്ട് നോക്കൂലോ അല്ലേ, എവിടുന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ലെന്ന് പറയണം. അവൻ മരിക്കാൻ കാത്തിരിക്കുക, അവന്റെ സ്വത്തുക്കളൊക്കെ കൈയടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ വീടൊന്നും രമേശൻ നായരുടെ പേരിലല്ലേന്ന് ചോദിച്ചു. എനിക്കും അവകാശം ഉണ്ടെന്നേ ഉള്ളൂ, അവൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ കൈക്കലാക്കാന്ന് കരുതിയിട്ടാ അവൾ ഇരിക്കണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഗ്രേസം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു മകളുണ്ടെന്ന് അവളെ അറിയിക്കണമെന്ന് പറയണേ. അല്ല അതെന്തിനാ? അങ്ങനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവള് ഈ പറയുന്ന ജയദേവനെ നന്നായിട്ട് നോക്കൂന്ന് പറയണം. നന്നായിട്ട് നോക്കൂന്നോ? അതെ, ഒരുപക്ഷെ അയാൾ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെല്ലാം കൈയടക്കൂന്ന് ഭയന്നിട്ട്, പിന്നെ മോൾക്കായിരിക്കുമല്ലോ അവകാശം, അതുകൊണ്ട് അത് പേടിച്ചിട്ട് അവൾ നന്നായിട്ട് നോക്കും. ജീവിച്ചിരിക്കേണ്ട അവളുടെ ഉത്തരവാദിത്വമാണല്ലോ. മനുശങ്കർ പറഞ്ഞു, ആന്റിയുടെ ഐഡിയ കൊള്ളാം, എനിക്കത് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. പിന്നീട് രമേശൻ നായരുടെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോൾ മനുശങ്കറിന്റെ വിഷമം വന്നു. മനുശങ്കർ ചോദിച്ചു, അല്ല ഇങ്ങനെ മോള് നോക്കുന്നില്ലെന്ന് പറഞ്ഞു, ഒരു പരാതി കൊടുക്കാൻ പോരെ, ഒരു പരാതി കൊടുക്കാൻ മേലെന്നൊക്കെ ചോദിച്ചു. എവിടെന്ന്? പെണ്ണുങ്ങളുടെ ഭാഗത്തല്ല ഇപ്പം എല്ലാരും നിൽക്കുന്നേ, അതുകൊണ്ട് പരാതി കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കൂടെ കാണിക്കും, അതിനും സാധ്യതയുണ്ടെന്ന് പറയണം. എന്ത്? അല്ല വല്ല മുദ്രപത്രത്തിലോ മറ്റോ അവനെ കൊണ്ട് എങ്ങനെ സൈൻ ചെയ്യിച്ച മൊത്തം അവളുടേതാക്കാനായിട്ട് അവൾ ശ്രമിക്കത്തുള്ളൂ, ആർക്കും ഇനി ഇത് അവകാശമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാ. അപ്പോഴേക്കും അലീന ചോദിച്ചു, അല്ല ഇവിടെ എങ്ങനെ ആഹാരമൊക്കെ എന്ന് ചോദിക്കുവാണ്. അവിടെ അപ്പുറത്തൊരു കിച്ചണുണ്ട്, ഞാൻ വല്ല കഞ്ഞിയും പയറും പപ്പടം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, എന്നിട്ട് അത് ഞാൻ അവന് കൊണ്ടേ കൊടുക്കും. പക്ഷെ അവനൊന്നും കഴിക്കത്തില്ല, വയറ്റിലേക്ക് ക്യാൻസർ, ഛർദിയാന്ന് പറയണം. അപ്പോൾ അങ്കിൾ എന്താ കഴിക്കണേന്ന് അലീന ചോദിച്ചു. ഞാനും അതൊക്കെ തന്നെയാ കഴിക്കണത്. അപ്പോൾ അവർക്ക് ഫുഡ് എവിടുന്നാന്ന് ചോദിക്കണം. അവള് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുമല്ലേ, അതുകൊണ്ട് അവൾക്ക് അതൊരു പ്രശ്നമേ അല്ലെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയ്ക്കും ഒക്കെ ഭയങ്കര വിഷമമായി. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്ന് കയറി കാണാനല്ലേ അദ്ദേഹത്തിന്. അതിനെന്താ? അലീന പറഞ്ഞു, ആന്റി ഞാനും വരുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ അലീനയും മനുശങ്കറും ഗ്രേസമ്മയും കൂടെ ജയദേവനെ കാണാനായിട്ട് അകത്തേക്ക് കയറി. പിന്നീട് അവര് മുറിയിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ
രേവതിക്കുട്ടി പറഞ്ഞു, ഇതാരാന്ന് മനസ്സിലായതോ? ഇത് അലീന ചേച്ചിയാന്ന് പറയണം. എന്നെ 18 വയസ്സ് വരെ വളർത്തിക്കൊണ്ട് വന്നാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത്രയ്ക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ഇത് മനുവേട്ടൻ, അലീന ചേച്ചിയുടെ കെയർ ടേക്കറാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, കെയർ ടേക്കർ എന്ന് പറയാൻ പറ്റില്ല, എന്നെ അവിടെ പാലയിലേക്ക് ജോലിക്ക് കൊണ്ടുപോയത് മനുവേട്ടനാന്ന് പറഞ്ഞു. അപ്പൊ അവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജയദേവൻ ഇങ്ങനെ അവരെയൊക്കെ നോക്കി ഇങ്ങനെ കൈ കൂപ്പാണ്, പ്രത്യേകിച്ച് അലീനയുടെ അടുത്ത്. കാരണം തൻ്റെ മോളെ വളർത്തി വലുതാക്കി എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞു, എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല നിങ്ങളോട്. എൻ്റെ മോളെ ഇവിടം വരെ എത്തിച്ചില്ലേ, ഒത്തിരി നന്ദിയുണ്ട്. കാരണം എൻ്റെ മോളോട് ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമായിരിക്കും ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കണേ. പിന്നീട് ഗ്രേസമ്മയോട് പറഞ്ഞു, നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. എൻ്റെ മോളെ ഇപ്പം നിങ്ങൾ പഠിപ്പിക്കാനൊക്കെ വിടുന്നുണ്ടല്ലോ, എൻ്റെ മോളെ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയണം. ഞാൻ ചെയ്തൊരു തെറ്റാത്. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല ജയദേവെന്ന് പറയണം. ആ സമയത്ത് രമേശൻ നായർ വന്നിട്ട് രേവതിക്കുട്ടി വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് വരാൻ പറയണം. രേവതിക്കുട്ടി അങ്ങോട്ടേക്ക് പോയി. ആ സമയം മനുഷ്യങ്കർ പറഞ്ഞ്, പ്രതീക്ഷ കൈവിടില്ല, നമുക്ക് പ്രതീക്ഷയാണ് ഏറ്റവും വലുത്, മരുന്നിനേക്കാളും ബലം ചെയ്യുന്ന ഒന്നാന്ന് പറഞ്ഞു. പ്രതീക്ഷ ഒത്തിരി വേദന തോന്നിക്കഴിയുമ്പോൾ ഒരു ഗുളിക എടുത്ത് കഴിക്കും, അതാണ്. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും കുറച്ച് കഞ്ഞിയൊക്കെ ആയിട്ട് രേവതിക്കുട്ടി അങ്ങോട്ട് വന്നു. രമേശൻ നായരുടെ അടുത്ത് കൊടുത്താണ്. അങ്ങനെ വന്നിട്ട് രമേശൻ നായർ പറഞ്ഞു, മോന് ഭയങ്കര ആഗ്രഹമായിരുന്നു മോളുടെ കയ്യിൽ നിന്ന് കുറച്ച് കഞ്ഞി വാങ്ങി കുടിക്കണമെന്നുള്ളേ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതൊരു നല്ല കാര്യമാണെന്ന് പറയണം. കഞ്ഞി കുടിച്ചാൽ ഛർദ്ദിക്കുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരുപക്ഷെ രേവതിക്കുട്ടി കൊടുക്കുവാണെങ്കിൽ മനസ്സിൽ സന്തോഷമുള്ളതുകൊണ്ട് ചിലപ്പം ഛർദ്ദിക്കത്തില്ലായിരിക്കും. അങ്ങനെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ രേവതിക്കുട്ടി കഞ്ഞിയൊക്കെ കോരി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.